സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ശാരിക അങ്ങനെ ഗൗരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗരിക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ നവീനെ ഇപ്പം തന്നെ വിളിച്ചു തരാം, സംസാരിക്ക്, കല്യാണത്തിന് മുമ്പുള്ള സംസാരത്തിൽ മാത്രമേ അല്പം ത്രില്ലുള്ളൂ, വിവാഹത്തിന് ശേഷം ഇല്ലയെന്നല്ല, എങ്കിലും നമ്മൾ ഓർത്തിരുന്ന് സന്തോഷിക്കുന്ന ഏറ്റവും നല്ല നിമിഷങ്ങളായത്, അതുകൊണ്ട് നവീനെ ഒന്ന് വിളിച്ചു നോക്ക്. പ്രതീക്ഷിക്കാത്ത സമയത്ത് ശാരികയുടെ ഫോൺ വരുമ്പോഴത്തേക്കും നവീനും ഒരു സന്തോഷമാകും, തിരിച്ചു അത് തന്നെ. അങ്ങനെ കോൾ ചെയ്യാൻ ഒരുങ്ങുന്ന ഗൗരിയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കുന്നുണ്ട് ശാരിക. അപ്പം ഗൗരി ചോദിക്കുന്നുണ്ട്, ശരിക്കും ശാരികയ്ക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമില്ലേ, നവീനെ ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറി പോകുന്നതേ ഉള്ളൂ. എന്തോ ഒരു ടെൻഷൻ ശാരികയുടെ ഈ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ ഗൗരിക്കുണ്ടാകുന്നു. അതേസമയം അരുന്ധതിയുമായിട്ട് ദേവിക സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നു. എന്തൊക്കെ പറഞ്ഞ് മാപ്പ് ചോദിച്ചിട്ടും അരുന്ധതി ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. മാത്രമല്ല, ജോലിയിൽ നിന്ന് പോകണം, അനുസരണക്കേട് കാണിക്കാത്ത നിന്നെ എനിക്കിഷ്ടമല്ല, നിനക്ക് അല്പമെങ്കിലും മനസാക്ഷി കാണുമെന്ന് പ്രതീക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൊട്ടിത്തെറിക്കുന്നു. ഒടുവിൽ ദേവിക ആ സത്യം തുറന്നു പറയുന്നു. അതായത് തൻ്റെ കുടുംബത്തിന് ഏറ്റവും വലിയ ഒരു പ്രതീക്ഷയായിരുന്നു ഈ ജോലി. ഞങ്ങളുടെ കുടുംബം താളം തെറ്റി നിൽക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു സഹായമാണ് എൻ്റെ ഈ വരുമാനം. ഈ ജോലിയും കൂടി ഇല്ലാണ്ടാവുമ്പോൾ ഞങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് അറിയത്തില്ല. എങ്കിലും മേഡത്തിന് ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ജോലിയിൽ നിന്ന് പൊക്കോളാം, രാജിവെച്ച് പോവാന്നൊക്കെ പറഞ്ഞ് മാറി നിന്ന് പൊട്ടിക്കരയുന്നു. ദേവികയുടെ കരച്ചിൽ കണ്ടിട്ട് അരുന്ധതിയുടെ മനസ്സലിയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അരുന്ധതി പാവ ഒരു സ്ത്രീയാണെന്ന് തോന്നിക്കുന്നു. കാരണം ദേവികയുടെ കണ്ണീരിൽ മനസ്സലിയുന്ന ടൈപ്പാണ്. അങ്ങനെ താൻ കരയണ്ട, പക്ഷേ മുകളിലത്തെ നിലയിൽ കണ്ട ആ കാര്യം മറ്റാരുടെയും തുറന്നു പറയില്ല, ഇനി മുകളിലത്തേക്ക് നിലയിലേക്ക് പോകത്തില്ലെന്ന് വാക്ക് തരുവാണെങ്കിൽ ഇവിടെ വർക്ക് ചെയ്തോളാം പറയുന്നു. അതേസമയം ദേവിക പറയുന്നു, ഒരിക്കലും എനിക്കങ്ങനെ വാക്ക് തരാൻ പറ്റത്തില്ല, ഞാനൊരു മനുഷ്യ സ്ത്രീയല്ലേ, ആരെങ്കിലും വെള്ളത്തിന് വേണ്ടിയിട്ടോ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ അത്യാവശ്യമായിട്ട് വിളിക്കുവാണെന്നുണ്ടെങ്കിൽ അത് കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കാവില്ല. എനിക്കറിയാം ജിൻസി ഇവിടെ ഒരു ഹോം നേഴ്സായിട്ടാണ് നിൽക്കുന്നത്, അതിനർത്ഥം മുകളിലത്തെ നിലയിൽ മേഡത്തിന് വേണ്ടപ്പെട്ട ആരോ കിടക്കുന്നുണ്ട്, അവരെ നോക്കാനായിരിക്കത്തില്ല ഈ ജിൻസി നിർത്തിയേക്കുന്നത്. അപ്പം ജിൻസിയും മേഡം ഒന്നുമില്ല ഈ വീട്ടിൽ. മുകളിലത്തെ നിലയിൽ നിന്ന് നിർത്താതെ അലാറം ബെല്ല് കേൾക്കുന്നു. എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുകയാണെങ്കിലോ, സപ്പോസ് ആരെങ്കിലും മരിക്കാൻ കിടക്കുന്ന ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ട് വിളിക്കുകയാണെങ്കിലും അറിയാൻ പറ്റുമോ? എൻ്റെ അവസ്ഥയിൽ മേഡമാണുള്ളെങ്കിലും മേഡം അങ്ങനെ തന്നെയല്ലേ ചെയ്യുള്ളൂ. മേഡത്തിൻ്റെ ശത്രുവോ മിത്രമോ ആരും ആകട്ടെ ഒരു മാനുഷിക പരിഗണന കാണിക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അരുന്ധതിക്ക് ആകെ അങ്ങ് വിഷമമാകുന്നു. മാത്രമല്ല ദേവിക പറയുന്നുണ്ട്, ആ അകത്ത് കിടക്കുന്ന മനുഷ്യൻ ജീവനുള്ള ഒരു വ്യക്തിയാണ്, ജീവനുള്ള വ്യക്തി, അതെനിക്കറിയാം, അതെൻ്റെ ജീവനാ, എൻ്റെ മകനാണെന്നുള്ള സത്യം തുറന്നു പറയുന്നു. അവൻ്റെ പേര് കിഷോറ. അത് കേട്ട് ആകെ ഷോക്കാവുന്നു ദേവിക. മേഡത്തിൻ്റെ മകനോ, എന്തു പറ്റി എന്ന് ചോദിക്കുമ്പം അവനൊരു പ്രേമമുണ്ടായിരുന്നു, അതിനെ തുടർന്നുണ്ടായ ഒരു ആക്സിഡൻറ്റിന് ശേഷമാണ് എൻ്റെ മോൻ ഇങ്ങനെ കിടപ്പിലായത്. ഈ കാണുന്ന സ്വത്തുക്കളും എല്ലാ സമ്പാദ്യവും അവന് മാത്രം അവകാശപ്പെട്ടതാണ്. എൻ്റെ മോൻ ഇങ്ങനൊരു പോരായ്മയുണ്ടെന്ന് മറ്റാരും അറിയുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ദേവിക മുകളിലത്തെ നിലയിൽ പോകരുതെന്ന് കർശനമായിട്ട് ഞാൻ എതിർത്തത്. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന്. മറ്റാരും എൻ്റെ മോനെ സഹതാപത്തോടെ നോക്കുന്നത് എനിക്കിഷ്ടമല്ല. അന്നേരം ദേവിക പറയുന്നുണ്ട്, ആ പെൺകുട്ടിയുടെ പേര്. അന്നേരം അരുന്ധതി ആകെ ഷോക്കായിട്ട് ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ ദേവികയ്ക്കറിയാം? എന്തായാലും ഇതിനെക്കുറിച്ചുള്ള സംസാരം ഇവിടെ നിർത്താം, ഈ വിവരം മറ്റാരോടെയും പറയില്ലെന്നുള്ളൊരു വാക്ക് എനിക്ക് തരണം. നിങ്ങളുടെ ഫാമിലി ലൈഫിനെയോ ബന്ധുക്കളെയോ ഒന്നും ബാധിക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് വാക്ക് തരുന്നതെന്നും പറഞ്ഞുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. അന്നേരം ദേവിക മനസ്സോടെ വാക്ക് കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്നവളാണ് നീയെന്ന് എനിക്കറിയാം, ഭർത്താവിനോട് ഒരു കാര്യവും മറക്കില്ലെന്നും എനിക്കറിയാം. അതേ മേഡം, ഇന്ന് വരെ ഒരു കാര്യം ഞാൻ എൻ്റെ ഭർത്താവിനോട് മറച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, എങ്കിൽ ഈ താലി തൊട്ട് സത്യം ചെയ്യണം, മുകളിലത്തെ നിലയിൽ എൻ്റെ മകനെ കണ്ട കാര്യം മറ്റാരോടെയും പറയില്ലെന്ന്. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് മേഡം അത് വേണമെന്ന് ചോദിക്കുമ്പം വേണമെന്ന് തറപ്പിച്ച് പറയുന്നു. അങ്ങനെ ഒട്ടും മനസ്സില്ലാത്ത ദേവിക താലിയിൽ തൊട്ട് സത്യം ചെയ്യുമ്പോൾ അരുന്ധതിക്ക് അല്പം ആശ്വാസമാകുന്നു. അതേസമയം ദേവിക ഇരുന്ന് വർക്ക് ചെയ്യുന്നു. അന്നേരം നന്ദൻ വീണ്ടും തിരിച്ചു വിളിക്കുന്നു, നീ എന്താ അപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്? എന്തോ ഒച്ച കേട്ട് മുകളിലത്തെ നിലയിൽ പോയി. അന്നേരം അരുന്ധതി മേഡം വന്ന് ബാക്കി പറഞ്ഞില്ലല്ലോ, എന്താ കാര്യം? എന്തെങ്കിലും വലിയ സീരിയസ് മാറ്ററുകളാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ദേവിക പറയുന്നു, അതൊന്നുമില്ല, മുകളിലത്തെ നിലയിൽ ഒരു ഒച്ച കേട്ടു, അങ്ങനെ സ്റ്റെപ്പ് കയറിപ്പോയപ്പം അവിടെ ആരെങ്കിലും കണ്ടിരുന്നോ? ഇല്ല, അതൊരു ചീത്ത ഫാനിൻ്റെ സൗണ്ടായിരുന്നു.
അന്നേരം നന്ദൻ പറയുന്നു, എനിക്കും അപ്പോഴേ തോന്നി എന്തെങ്കിലും കേടായ സാധനത്തിൻ്റെ സൗണ്ടും കാണാമായിരിക്കും, അല്ലാതെ നീ കരുതുന്നത് പോലെ അവിടെ ആരും കാണില്ല എന്ന് പറയുമ്പോൾ ഇതെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് നമ്മുടെ അരുന്ധതി. ദേവിക കള്ളം പറയുന്നത് കേട്ടിട്ട് അരുന്ധതിക്ക് സമാധാനമായി തിരിച്ചു പോകുന്നു. അതേസമയം നമ്മുടെ കാട്ടൂരാൻ വക്കീൽ ഗിരീഷ് മാഷിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. വക്കീലിൻ്റെ ധൈര്യമെല്ലാം ചോർന്നു പോകുന്നു. തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ ഏറ്റുവാങ്ങി വക്കീലിൻ്റെ ആത്മവിശ്വാസം എല്ലാം തകർന്നു പോകുമ്പോൾ ഗിരീഷ് മാഷ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് ധൈര്യം കൊടുക്കുന്നു. അതായത് ചന്ദ്രമതി മേഡത്തെ ത്യാഗരാജൻ്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കാര്യവും അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് കാട്ടൂരാൻ വക്കീലിൻ്റെ ആത്മവിശ്വാസം കൂട്ടുമ്പോഴത്തേക്കും പഴയ ഫോമിലേക്ക് കാട്ടൂരാൻ വക്കീൽ എത്തുന്നു. എന്തായാലും അരുന്ധതിയുടെ മനസ്സിനെ ഉറപ്പായിട്ടും ദേവിക മാറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ പയ്യനെ മിക്കവാറും ദേവിക തന്നെ ചികിത്സിച്ച് ശരിയാക്കുമെന്ന് പ്രതീക്ഷിക്കാം. മാത്രമല്ല അന്ന് ശരിക്കും എന്താണ് ആ ആക്സിഡൻറ്റിൽ പറ്റിയതെന്നുള്ള കാര്യവും ദേവിക പുറത്തു കൊണ്ടുവരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.